പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശീഹാ തമ്പുരാൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ പാദപീഠത്തിൽ ചേർന്ന് വരുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നാം കേട്ടുകൊണ്ടിരുന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലല്ലോ. അടിസ്ഥാനശിലയായിരിക്കുന്ന ക്രിസ്തു, അവനിൽ അടിസ്ഥാനമിട്ട് ജീവിതം പണിയുക. യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറകളാവുക. അതനുസരിച്ച് ജീവിതം പണിയുക. ഒരിക്കലും വീണു പോകുകയില്ല. എന്നാൽ ആ വചനം കേൾക്കാതെയും അത് കേട്ടിട്ടും അനുസരിക്കാതെയും ഇരിക്കുന്നവർ മണലിൽ വീണുപെടുക ബുദ്ധികെട്ട മനുഷ്യന് തുല്യരാണ്. അവരുടെ ജീവിതം തകർന്നു പോകുമെന്ന്. യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ ജീവിതം പണിത് വിജയിച്ച ചില ഭാഗ്യവാന്മാരാണ് വിശുദ്ധനായ പത്രോസ്ലീഹായും ഭാഗ്യവാനായ പൗലോസ്ലീഹായും. അവർ പണിത പണികൾ ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ച ദൈവവചനങ്ങൾ ഇന്നും ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിലെ പത്രോസ്ലീഹായുടെ പ്രസംഗം അന്ന് 3000 പേരെ മാനസാന്തരപ്പെടുത്തിയെങ്കിൽ ഇന്നും ലോകത്ത് ആയിരങ്ങളെ ലക്ഷങ്ങളെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസ്ലീഹ എഴുതിയ 2 ലേഖനങ്ങളിലെ സന്ദേശങ്ങൾ അനേകം പേരുടെ ജീവിതത്തിൽ പ്രബോധനങ്ങളായി, ഉറപ്പുള്ള പാറകളായി, അല്ലെങ്കിൽ ഒരിക്കലും തകരാത്ത ജീവിതങ്ങളായി മനുഷ്യ ജീവിതങ്ങളെ രൂപപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും അവരുടെ ജീവിതവും അവരുടെ സാക്ഷ്യങ്ങളും അവരുടെ പ്രബോധനങ്ങളും മുഖാന്തിരമാവുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട വ്യക്തി മാത്രമല്ല കുലുങ്ങാതെ നിൽക്കുന്നത്, അവരുടെ പ്രബോധനങ്ങളും അവരുടെ പഠിപ്പിക്കലുകളും ജീവിതത്തിൽ ശീലമാക്കിയ അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത ആളുകളുടെ ജീവിതവും അതുപോലെ നിവർന്നു നിൽക്കുമെന്ന് നാം തിരിച്ചറിയണം. അപ്പോസ്തലനായ പൗലോസ് അതുപോലെ ഒരു സമയത്തവൻ ക്രിസ്തുവിൻ്റെ ശത്രുപക്ഷത്ത് നിന്നവനാണ്. യഹൂദ മതത്തിലെ തീവ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു പരീശനായിരുന്നവൻ. സൻഹദ്രി സംഘത്തിൻ്റെ അനുവാദപത്രവുമായി ക്രിസ്തുനാമത്തെ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച ശൂരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. കുതിരപ്പുറത്ത് പാഞ്ഞു നടന്ന് യേശുവിൻ്റെ നാമത്തെ ആരാധിക്കുന്ന സകലരെയും പിടിച്ചു കെട്ടി തടവിലാക്കുകയും ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും ചിലരെ കൊലക്കേൽപ്പിക്കുകയും ചെയ്ത പതിവായിരുന്നു അവൻ്റേത്. എന്നാൽ കർത്താവ് അവനെ നേരിട്ട് പിടിച്ചു. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഒരു വലിയ വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. ദൈവത്തിൻ്റെ വ്യക്തമായ ഇറങ്ങിവരവ്. ദൈവത്തിൻ്റെ പ്രകാശം ഒരാളെ ചുറ്റി മിന്നിയാൽ പിന്നെ അവന് 1 ഇഞ്ച് മുന്നോട്ടോ പുറകോട്ടോ പോകാൻ കഴിയില്ല. അവൻ ആ പ്രകാശത്തിൽ വീണുപോകും. ദൈവം ഒരാളെ തൊട്ടാൽ, ദൈവം ഒരാളെ നോക്കിയാൽ, ദൈവം ഒരാളിലേക്ക് ഇറങ്ങിയാൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളിലേക്ക് വന്ന് ആവസിച്ചാൽ നിന്ന നിൽപ്പിൽ അവൻ മറ്റൊരാളായി മാറും. അതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ കാണുന്നത്. വിപ്ലവകാരിയും തീവ്രവാദിയും ക്രിസ്തുനാമത്തെ ഉന്മൂലനം ചെയ്യാൻ കച്ചകെട്ടിത്തിരിഞ്ഞവനും അധികാരത്തോടെ അത് ചെയ്തവനുമായ പൗലോസ് ഈ സംഭവത്തോടു കൂടി അവൻ്റെ കണ്ണ് അന്ധമായിപ്പോയി. അവനൊന്നും കാണാൻ വയ്യാതെയായി. അവൻ നിലത്തു വീണു. അപ്പോൾ അവൻ വലിയ ഒരു അശരീരി കെട്ടു എന്നാണ് അവൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ശൗലേ ശൗലേ, അവൻ്റെ പേര് അങ്ങനെയായിരുന്നു അന്ന് വിളിക്കപ്പെട്ടിരുന്നത്. അവൻ 2 പേരിൽ അറിയപ്പെട്ടിരുന്നു. ഒന്ന് ശൗൽ, മറ്റൊന്ന് പൗലോസ്. പിന്നീട് അവനെ പൗലോസ് എന്ന് മാത്രമാണ് ചരിത്രം വിളിക്കുന്നത്. അന്ന് അവനെ ശൗൽ എന്നും വിളിച്ചിരുന്നു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന ഒരു ചോദ്യം. ഉടനെ അവൻ ചോദിക്കുന്ന മറുചോദ്യം നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു ചോദ്യമാണ്. അവൻ ചോദിച്ച ചോദ്യം ഇതാണ്: നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ അവൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു വിചാരമുണ്ടായിരുന്നിരിക്കണ്ടേ. മാത്രമല്ല, അത്രയും വലിയൊരു വെളിച്ചം ആരിൽ നിന്നെങ്കിലും പുറപ്പെട്ടെങ്കിൽ അത് കർത്താവിൽ നിന്നായിരിക്കണമെന്ന ഒരു ബോധവും ഒരു പരിജ്ഞാനവും അവനുണ്ടായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ അവൻ ചോദിച്ചത് നീ ആരാകുന്നു കർത്താവേ എന്ന്. അല്ലെങ്കിൽ നീ ആരാണടാ എന്നൊക്കെ ചോദിക്കാമായിരുന്നു. ഈ ശബ്ദം പുറപ്പെട്ട ഇടത്തെക്കുറിച്ച് അപ്പോസ്തലൻ്റെ ഉള്ളു പറഞ്ഞത് ഇത് കർത്താവാണ്. നീ ആരാകുന്നു കർത്താവേ? ഉടനെ ഉത്തരം, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. നീ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ത്? അതോടുകൂടി അവൻ്റെ ഉള്ളു വല്ലാതെ കലങ്ങിപ്പോയി. ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ചെയ്യുന്നത് ശരിയല്ല.
എനിക്ക് തെറ്റിപ്പോയി എന്നവന് മനസ്സിലായി. 3 രാവും 3 പകലും അവൻ പാനീയങ്ങൾ ഒഴിവാക്കി കണ്ണ് കാണാൻ വഹിയാതെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ വാസ്തവമായിട്ടും ഒരു ദൃഢപ്രതിജ്ഞ ചെയ്തു കർത്താവിൻ്റെ മുമ്പിൽ, തമ്പുരാനെ, ഇനി ഞാൻ ജീവിക്കുന്നത് യേശു കർത്താവിന് വേണ്ടിയായിരിക്കും. ഇനി ഞാൻ പോരാടുന്നത് യേശു കർത്താവിന് വേണ്ടിയായിരിക്കും. ഇനി ഞാൻ സംസാരിക്കുന്നത് യേശു കർത്താവിന് വേണ്ടിയായിരിക്കും. ഇനി ഞാൻ അശ്വാരൂഢനായി യാത്ര ചെയ്യുന്നത് യേശു കർത്താവിന് വേണ്ടിയായിരിക്കും. ഇനി എൻ്റെ ആരോഗ്യം ഞാൻ വിനിയോഗിക്കുന്നത് യേശു കർത്താവിന് വേണ്ടിയായിരിക്കും. ഇനി എൻ്റെ സമ്പാദ്യം ഞാൻ വിനിയോഗിക്കുന്നത് യേശു കർത്താവിന് വേണ്ടിയായിരിക്കും. ഇനി എൻ്റെ കഴിവുകൾ, എൻ്റെ അറിവുകൾ ഞാൻ വിനിയോഗിക്കുന്നത് യേശു കർത്താവിന് വേണ്ടിയായിരിക്കും. ദൈവമക്കളെ ഒന്ന് ഓർത്തു നോക്കുക, ആ മനുഷ്യൻ്റെ ജീവിതം ആകമാനം വ്യത്യാസപ്പെടുകയാണ്. 3-ാം നാളിൽ ദൈവത്താൽ അയക്കപ്പെട്ടിട്ട് അനന്യാസ് വന്ന് അവൻ്റെ ശിരസിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ താഴെ വീണു. അതോടെ അവൻ്റെ കണ്ണ് തുറന്നു. അവൻ അന്ന് തന്നെ സ്നാനമേറ്റ് കർത്താവിനോട് ചേരുകയാണ്. കർത്താവിന് വേണ്ടി ഒരു വീരനായ പോരാളിയായി എഴുന്നേൽക്കുകയാണ്. അന്ന് മുതൽ അവൻ്റെ ജീവിതം യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിതതായി. 3 മിഷണറി യാത്രകളിലൂടെ യൂറോപ്യൻ നാടുകൾ മുഴുവനും യേശുക്രിസ്തു ഏകരക്ഷകനെന്ന സത്യസുവിശേഷം അവനെത്തിച്ചു. ഏതാണ്ട് 14 ലേഖനങ്ങൾ എഴുതിക്കൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചു. വേദപുസ്തകത്തിലുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളുടെ കർത്താവ് എന്ന ഒരു ഖ്യാതി അവനുണ്ടായി. അവൻ ഒരുപാട് ജ്ഞാനം നേടിയ മനുഷ്യനാണ്. ആ ജ്ഞാനം മുഴുവൻ അവൻ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി വഴിതിരിച്ചു വിട്ടു. അവൻ്റെ ജീവിതം പിന്നെ കർത്താവിൻ്റെ മഹത്വത്തിനുള്ളതായിട്ട് തീർന്നു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിതാൽ അവിടെയാണ് അയാളുടെ ജീവിതം നിലനിൽക്കുന്നതെങ്കിൽ പിന്നെ അയാൾ ചെയ്യുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും വേണ്ടിയുള്ളതായിരിക്കും. ഇതാണല്ലോ അപ്പോസ്തലനായ പത്രോസിൻ്റെയും അപ്പോസ്തലനായ പൗലോസിൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണല്ലോ മറ്റ് അപ്പോസ്തലന്മാരും ചെയ്തതായിട്ട് ചരിത്രം പറയുന്നത്. ക്രിസ്തുവിനെ കണ്ടെത്തിയ, ക്രിസ്തുവിൽ ജീവിതം വെച്ച ഏത് മനുഷ്യൻ്റെയും ജീവിതം ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകൾ ഇന്നും ജീവിക്കുന്നു. പത്രോസിൻ്റെ എഴുത്തുകൾ ഇന്നും ജീവിക്കുന്നു. അവരുടെ പ്രബോധനങ്ങൾ ഇന്നും ജീവിക്കുന്നു. അത് ഇന്നും മനുഷ്യ മനസ്സുകളിൽ ചലനങ്ങളുണ്ടാക്കുന്നു. ഒരുപാട് പേരെ പുതുക്കുന്നു, രൂപാന്തരപ്പെടുത്തുന്നു, പുതിയ സൃഷ്ടിയാക്കുന്നു, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കോരിയിടുന്നു. അതുകൊണ്ട് അവർ യേശുക്രിസ്തുവിൽ പണിയപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളാണ്. മറുവശത്ത് ജീവിതത്തിലെ ഭോഷത്വം നിറഞ്ഞ മണലിന്മേൽ പണിയപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി ഒത്തിരി പേരെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിലൊരു പ്രധാന കഥാപാത്രമാണ് പഴയ നിയമത്തിലെ സാംസൺ ദലീല കഥയറിയാത്തവരാരും കാണുകയില്ലല്ലോ. ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ഒരുത്തനായിരുന്നു സാംസൺ. അസാമാന്യ കായിക ബലമുള്ള ഒരു മനുഷ്യനായിരുന്നു സാംസൺ. എനിക്ക് തോന്നുന്നത് വേദപുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള മാനുഷിക കഥാപാത്രങ്ങളിൽ ഏറ്റവും അമാനുഷ്യനായി അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ശിംശോൻ. ഗോലിയാത്ത് എന്ന മലനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും 8 വയസ്സുള്ള അല്ലെങ്കിൽ 12 വയസ്സുള്ള ദാവീദിൻ്റെ കവടിയിലെ കല്ലാൽ അവൻ വീണു. അവൻ്റെ വാളെടുത്ത് ഉയർത്താൻ ദാവീദിന് ത്രാണിയുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത്ര വലിയ മല്ലനായിരുന്നവനെങ്കിലും അവനേക്കാൾ എത്രയോ മടങ്ങ് മല്ലനും ശൂരനുമായിരുന്നു സാംസൺ. ശിംശോൻ്റെ ജീവചരിത്രം പറയുന്നത് ഒരു ബാലസിംഹത്തെ ആയുധം കൂടാതെ വെറും കൈകൊണ്ട് 2ആയി കീറിക്കളഞ്ഞവനാണ്. മാത്രമല്ല, ഒരു ദിവസം ദേഷ്യം വന്നപ്പോൾ ഇറങ്ങി 300 കുറുക്കന്മാരെ ഉച്ചയ്ക്ക് മുമ്പ് ഓടിച്ചിട്ട് പിടിച്ച് 150 ജോഡിയായി വാലോട് വാൽ ചേർത്ത് കെട്ടി അതിൽ പന്തം കൊളുത്തി ഫെലിസ്ത്യരുടെ വയലിൽ ഇറക്കി വിട്ട് കത്തിച്ച് കളഞ്ഞവനാണ്. 300 കുറുക്കന്മാരെ ഒരു ദിവസം ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് പിടിച്ചെങ്കിൽ അവൻ ആരായിരുന്നു? അവൻ എത്ര വലിയ ഓട്ടക്കാരനായിരുന്നു, എത്ര വലിയ പോരാളിയായിരുന്നു. പ്രിയപ്പെട്ടവർ, അത് ജീവനോടെ പിടിക്കണ്ടേ കുറുക്കന്മാരെ? കൊന്നുപിടിക്കുകയല്ലല്ലോ ചെയ്തത്. ഒന്നോർത്ത് നോക്കി, എത്ര വലിയ ബലശാലിയായിരുന്നവൻ. പക്ഷേ അവനിങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവൻ ഒരു ദിവസം ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 ഫെലിസ്ത്യ പട്ടാളക്കാരെ ഈ താടിയെല്ല് മാത്രം ഉപയോഗിച്ച് കൊന്നു വീഴ്ത്തിയവനാണ്. ഫെലിസ്ത്യ പട്ടാളക്കാർ മരിക്കാൻ നിന്നു കൊടുത്തവരല്ല. അവരുടെ അരയിൽ വാൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. വാൾ ഊരാനുള്ള ഗ്യാപ്പ് പോലും അവൻ കൊടുത്തില്ല. കയ്യിൽ പരിചയമുണ്ടായിരുന്നു, ഉയർത്താനുള്ള അവസരം പോലും കൊടുത്തില്ല. 1000 ഫെലിസ്ത്യ പട്ടാളക്കാരെ ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട് ചുമ്മാ തല്ലിക്കൊന്ന് 3 കുന്നായി വാരിക്കൂട്ടിയിട്ടിട്ട് കൂളായി നടന്നു പോയ മല്ലൻ. അത്ര വലിയ ഒരു മല്ലനായിരുന്നു ശിംശോൻ. അതൊക്കെ അവന് കഴിയാൻ കാരണം സാധിച്ചത് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നത് കൊണ്ടാണ്. അത്ര വലിയ ബലശാലിയായിരുന്നവൻ. പക്ഷേ അവൻ്റെ ജീവിതം മണലിന്മേൽ പണിത് പരാജയപ്പെട്ടു.
ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ബലപ്പെട്ട നാളുകളിൽ അവനിതൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ പിന്നത്തേതിൽ അവനിൽ സ്ത്രീ വിഷയത്തിൽ അവൻ ബന്ധിക്കപ്പെട്ടു പോയി. അവൻ പരസ്ത്രീയുമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ടു. വേശ്യാദോഷ ചിന്തയിൽ അവൻ അകപ്പെട്ടു പോയി. ദലീല എന്ന സ്ത്രീ, അവൾ മോശക്കാരിയായിരുന്നു. അവളുടെ സൗന്ദര്യത്തിലും അവളുടെ ലാവണ്യ വാക്കുകളും അവൻ വശംവദനായി. അവളുടെ മടിയിൽ തലവെച്ച് അവൾ പറന്നു കൊടുക്കുന്ന വീഞ്ഞും കുടിച്ച് അവളിൽ രമിച്ച് അവൻ ദൈവശക്തിയെ ചോർത്തിക്കളഞ്ഞു. അവനിങ്ങനെ പോയി തെറ്റിൽ വഴുതി വീണപ്പോഴും ദൈവം അവന് അവസരങ്ങൾ കൊടുത്തു പല വട്ടം. ആ സ്ത്രീ ഫെലിസ്ത്യരിൽ നിന്ന് പണം വാങ്ങിയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ആർക്കും കീഴടക്കാൻ കഴിയാത്ത മലനായി മാറിയതിൻ്റെ കാരണം എന്താണ്? എവിടെയാണ് നിൻ്റെ ശക്തി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? നിന്നെ കണ്ടാൽ ഒരു സാധാരണ മനുഷ്യൻ, പക്ഷേ നീ ശൂരനായാൽ പിന്നെ നിന്നെ ആർക്കും തടുക്കാൻ കഴിയില്ല, ആർക്കും കൊല്ലാനും കഴിയില്ല. എവിടെയാണ് നിൻ്റെ ശക്തി? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നാസിർ വ്രതത്താൽ വേർതിരിക്കപ്പെട്ടവനും തലമുടി ക്ഷൗരം ചെയ്യാത്തവനുമായിരുന്നു ശിംശോൻ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ തലയിൽ മടഞ്ഞിട്ടിരുന്ന 7 മുടിക്കെട്ടുകളിൽ ജടകളിലാണ് അവൻ്റെ ശക്തി ദൈവം വച്ചിരുന്നത് എന്നത് അവനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ക്ഷൗരക്കത്തി തൊടുവിച്ചിരുന്നില്ല. അവൻ അതിസുന്ദരനായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ആ സ്ത്രീയോട് അവനൊരു കളവ് പറഞ്ഞു, അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. അവൻ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം അവൾ ചെയ്തു. അപ്പോൾ അവന് സ്വാഭാവികമായും മനസ്സിലായി ഈ പെണ്ണിനെ വിശ്വസിച്ചുകൂടാ, ഇവൾ ചതിക്കും. അന്ന് അവസാനിപ്പിക്കണമായിരുന്നു ആ ബന്ധം. പക്ഷേ അവൻ വീണ്ടും അവളിലേക്ക് ചെന്നു. അവിടെയാണ് മണലിന്മേൽ പണിതതിൻ്റെ അപകടം. അപകടം ശരിക്കും ബോധ്യപ്പെട്ടിട്ട് വീണ്ടും അപകടത്തിലേക്ക് എടുത്തു ചാടുന്നവർ എത്ര വലിയ പോഷന്മാരാണ്. മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിതവർക്കാണ് ഈ ആസക്തികളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തത്. സംഭവിക്കുന്നത് തകർച്ചയാണെന്നറിഞ്ഞിട്ട് വീണ്ടും ആ തകർച്ചയിലേക്ക് പോകുന്ന ഒരവസ്ഥ. 2ാം വട്ടവും അവൻ അവളോട് കളവ് പറയേണ്ടി വന്നു. അന്നും അവൾ അതുപോലെ ചെയ്തു. 2 വട്ടം അവന് ബോധ്യപ്പെട്ടു, ഇവൾ ചതിക്കും, ഇവളെ വിശ്വസിക്കരുത്. 3ാം വട്ടവും നിവൃത്തികേടുകൊണ്ട് അവൻ അവളുടെ മടിയിലേക്ക് ചെന്ന് വീണ് കിടക്കുമ്പോൾ അവൾ അവനോട് പരിഭവം കാണിച്ചപ്പോൾ അവൻ 3ാമതും മറ്റൊരു കളവ് പറഞ്ഞു. അന്നും അവൾ അതുപോലെ ചെയ്തു. ഇതിൽ പരമൊരു ചാൻസ് ഒരു മനുഷ്യൻ എന്തിനു കിട്ടണം? ഇവിടെ എന്താ പറയുക, ജഡമോഹം, ലൈംഗിക മോഹമെന്ന മണൽ അവനെ പൊതിഞ്ഞിരിക്കുകയാണ്. അതിലാണിപ്പോൾ അവൻ്റെ മനസ്സും ശ്രദ്ധയും എല്ലാം. മറ്റൊന്നും അവൻ ഓർക്കുന്നത്, തൻ്റെ വ്യക്തിത്വം ഓർക്കുന്നില്ല, താൻ ആരാണെന്ന പദവി ഓർക്കുന്നില്ല, തൻ്റെ ശക്തിയെക്കുറിച്ച് ഓർക്കുന്നില്ല, താൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പോരാളിയാണെന്ന് ഓർക്കുന്നില്ല, തന്നിൽ മാത്രം ആശ്രയം വെച്ച് നിൽക്കുന്ന വലിയ ഒരു ജനത തൻ്റെ പിന്നിലുണ്ടെന്ന് അവൻ ഓർക്കുന്നില്ല. അവൻ ഈ മോഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇത് മണലിന്മേലാണ് ഇപ്പോൾ അവൻ്റെ ജീവിതം പണിതിരിക്കുന്നത്. 4ാം വട്ടം അവന് കളവ് പറയാൻ കഴിഞ്ഞില്ല. അവൻ സത്യം പറഞ്ഞു, എൻ്റെ തലയിലെ 7 ജടകളിലാണ് എൻ്റെ ശക്തി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അത് മുണ്ടനം ചെയ്ത് മാറ്റിയാൽ എന്നെ ഒരു കൊച്ചുകുട്ടിക്കും പിടിച്ചു നിർത്താം. അന്ന് അവൾ അതുപോലെ ചെയ്തു. പിറ്റേന്ന് രാവിലെ ബന്ധിക്കപ്പെട്ട് കിടന്ന ശിംശോനോട് അവൾ പറയുന്നുണ്ട്, ഇതാ ഫെലിസ്ത്യർ വരുന്നു, നീ രക്ഷപ്പെട്ടു പോയിക്കൊള്ളുക. കഴിച്ചിരുന്ന മദ്യത്തിൻ്റെ ലഹരി വിട്ട് അവൻ ഉണർന്ന് കുടഞ്ഞപ്പോൾ അവന് മനസ്സിലായി കെട്ടുപൊട്ടുന്നില്ല. ശക്തിയോടെ അവൻ വീണ്ടും കുടഞ്ഞപ്പോൾ മനസ്സിലായി കെട്ടുപൊട്ടുന്നില്ല, കെട്ടുകുരുക്ക് മുറുകുകയാണ്. പെട്ടെന്ന് അവൻ തല കുടഞ്ഞപ്പോഴാണ് മനസ്സിലായത് ജടകളില്ല, അവൻ്റെ തല മുണ്ടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മാറി നിന്ന് ചിരിക്കുകയാണ് അപ്പോൾ ദലീല. അവൻ ഒരുപാട് വിശ്വസിച്ച്, അവൻ ഒരുപാട് ആസ്വദിച്ച്, അവൾ പകർന്നു കൊടുത്ത വീഞ്ഞു കുടിച്ച് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ഈ മണലിന്മേൽ, ഈ ദലീല എന്ന മണലിന്മേൽ, ഈ പരസ്ത്രീ എന്ന മണലിന്മേൽ വീട് പണിത, ജീവിതം പണിത ശിംശോന് അതൊരു വലിയ തകർച്ചയായി മാറി. അവരവനെ പിടിച്ചു കെട്ടി മതി വരുവോളം തല്ലി. അടുപ്പിൽ വെച്ച് പഴുപ്പിച്ച് കനൽക്കട്ട കണക്കെ പഴുത്ത ഇരുമ്പ് കുന്തം അവൻ്റെ കണ്ണിലൂടെ കുത്തിക്കയറ്റി അവൻ്റെ കണ്ണ് രണ്ടും പൊട്ടിച്ചു. ഫെലിസ്ത്യ രാജകൊട്ടാരത്തിൻ്റെ നിലവറയിൽ 12 കാളകൾ തിരിക്കുന്ന വലിയ തിരികല്ലിൻ്റെ നുകം അവൻ്റെ ചൂനിൽ വെച്ച് കെട്ടി അവൻ ഒറ്റയ്ക്ക് ആ തിരികല്ല് തിരിക്കേണ്ടി വന്നു. അവനെ അവർ ഇരുപുറത്തു നിന്നും ചാട്ടവാറുകൊണ്ട് അടിച്ചു. അവനെ ആ തടവറയിൽ ബന്ധിച്ചിട്ടവർ കഠിനമായി പീഡിപ്പിച്ചു. 1 ആണ്ട് അവൻ തടവറയിൽ കിടന്ന് വേദന തിന്നു. ഒടുവിൽ ദൈവമക്കളെ, ഈ പരസ്ത്രീയാകുന്ന മണലിന്മേൽ ജീവിതം പണിത ഈ മനുഷ്യൻ്റെ ജീവിതാന്ത്യം എത്ര ദാരുണമായിരുന്നു. അവൻ മരിക്കുമ്പോൾ സത്യത്തിൽ അവൻ സ്വയം കൊല്ലുകയായിരുന്നു. ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ഉത്സവം വന്നപ്പോൾ അവനെ കൊണ്ടുവന്ന് കെട്ടി നിർത്തി. ക്ഷേത്രത്തിൻ്റെ 2 തൂണിന്മേൽ അവൻ്റെ കൈകൾ ചങ്ങല കൊണ്ട് കെട്ടി നിർത്തിയിട്ട് അവനെ കുരങ്ങ് കളിക്കാൻ നിർബന്ധിച്ചു. കൊച്ചുകുട്ടികൾ അവൻ്റെ താടിയിൽ തൂങ്ങി
അവൻ്റെ കണ്ണിൽ വിരൽ കുത്തിക്കയറ്റി അതിൽ നിന്ന് ചോര വീണ്ടും കുതിച്ച് ചാടുമ്പോൾ അവൻ്റെ മുഖത്തവർ തുപ്പി, അവൻ്റെ നാഭിക്ക് അവർ തൊഴിച്ചു. ദൈവമക്കളെ, കൊച്ചു കുട്ടികൾ അവനെ ഒരു കളിപ്പാവയെ കണക്കെ കൈകാര്യം ചെയ്തു. അവനെ കൊണ്ടവർ കുരങ്ങ് കളിപ്പിച്ചു. അവൻ ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, പാപിയാണ് ഞാൻ, തെറ്റിപ്പോയി. ഒറ്റ പ്രാവശ്യം കൂടെ എനിക്ക് ശക്തി തിരിച്ചു തരാമോ? ഞാൻ ഈ ജീവിതം പൂർത്തിയാക്കട്ടെ. ദൈവത്തിന് അനുകമ്പ തോന്നി. അവൻ്റെ മേൽ ശക്തി മടങ്ങി വന്നു. അതിനിടയിൽ അവൻ്റെ തലയിലെ മുടികൾ വീണ്ടും വളർന്നത് അവർ അറിഞ്ഞില്ല, അതവർ വെട്ടിക്കളഞ്ഞില്ല. ആ ശക്തി വന്ന നിമിഷം അവനത് ബോധ്യപ്പെട്ടു. ഒരലർച്ചയോടുകൂടെ തന്നെ കെട്ടിയിട്ടിരുന്ന ക്ഷേത്രത്തിൻ്റെ 2 തൂണുകളും അവൻ കുലുക്കി പറിച്ചിങ്ങെടുത്തു. ആ 2 തൂണിൽ മേൽ നിവർന്നു നിന്നിരുന്ന ആ വലിയ ക്ഷേത്രം, അനേക നിലകളുള്ള ക്ഷേത്രം ഇടിഞ്ഞ് തകർന്ന് വീണിട്ട് 3000 പേർ ഒറ്റ നിമിഷം കൊണ്ട് അതിനടിയിൽപ്പെട്ട് ആ കൂട്ടത്തിൽ അവനും മരിച്ചുപോയി. ദൈവമക്കളെ, പരസ്ത്രീയാകുന്ന മണലിന്മേൽ ജീവിതം പണിതുകൊണ്ടാണത് സംഭവിച്ചത്. ഓർക്കുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബന്ധനത്തിൽ ജീവിതം പണിയപ്പെട്ട ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു പക്ഷേ ലോകത്ത് ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ മാന്യനായി, പകൽ മാന്യനായി നടക്കുകയാണ്. ഭക്ത കുടുംബത്തിൽ ജനിച്ച് ഭക്ത തലമുറയിൽ ജീവിച്ചിട്ട് ഏതെങ്കിലും പരപുരുഷനുമായി അവിഹിത ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ, അവൾ മണലിന്മേൽ ജീവിതം പണിയുന്നവളാണ്. ഈ ബന്ധം ഒരാളെ തകർത്ത് കളയും. ഇതാണ് സാംസൻ്റെ ജീവിതമെങ്കിൽ, ദൈവമക്കളെ, മറ്റൊരു പഴയ നിയമ കഥാപാത്രമാണ് ആഹാബ്. ആഹാബിൻ്റെ ചരിത്രം എത്രയോ വട്ടം പലരായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇസ്രയേൽ രാജാക്കന്മാരിൽ ഒരുവൻ, പ്രതാപിയായ ചക്രവർത്തി, ആനക്കൊമ്പ് കൊണ്ടുള്ള സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിച്ചവനെന്നാണ് ആഹാബിനെ കുറിച്ച് പറയുന്നത്. മഹാപ്രതാപി. അവൻ ഭയങ്കര സൗന്ദര്യ ആരാധകനായിരുന്നു, നമ്മുടെ സോളമൻ ചക്രവർത്തിയെപ്പോലെ. അതുകൊണ്ട് തന്നെ അവന് ആകർഷകത്വം തോന്നിയ സ്ത്രീകളെയെല്ലാം അവൻ ഭാര്യമാരാക്കി. അങ്ങനെ കല്യാണം കഴിച്ച, ഒരിക്കലും ഇസ്രയേൽ രാജാവ് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ഒരു പെണ്ണായിരുന്നു ഈസബേൽ. കാരണം അവൾ സത്യദൈവമായ കർത്താവിനെ അറിയാതെ വിഗ്രഹങ്ങളെയും മറ്റ് അന്യദൈവങ്ങളെയും ആരാധിച്ചു കൊണ്ടിരുന്ന മറ്റൊരു അന്യദേശത്തുകാരൻ രാജാവിൻ്റെ മകളാണ്. അവളുടെ സൗന്ദര്യം മനോഹരമെന്നവൻ കണ്ടിട്ട് അവളെ അവൻ കല്യാണം കഴിച്ചു. സ്വാഭാവികമായിട്ടും അവളുടെ തനിനിറം പുറത്തെടുത്തു. അവൾ ആഹാബിനെ കീഴടക്കി, ആഹാബിനെ അടക്കി ഭരിച്ചു, ഒപ്പം രാജ്യവും ഭരിച്ചു. മാത്രമല്ല, അവളുടെ ആരാധനാമൂർത്തികളെ നാടുനീളെ അവൾ പ്രതിഷ്ഠിച്ചു. അതിനുള്ള പൂജാഗിരികൾ പണിതു. ഒപ്പം അവിടെ ആരാധന നടത്താൻ പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അവൾ നിയമിച്ചു. ഇതിനൊന്നും ആഹാബിന് തടസ്സം പിടിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ നിയന്ത്രണത്തിൽ അവനായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഒപ്പം ഈ ആഹാബിനെക്കുറിച്ച് പറയുന്നത്, അവനിങ്ങനെ സൗന്ദര്യം കണ്ടതൊക്കെ മോഹിച്ച് സ്വന്തമാക്കി എന്ന് മാത്രമല്ല, അവൻ ഭയങ്കര ആഡംബരപ്രിയനായൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ആനക്കൊമ്പ് കൊണ്ടുള്ള സിംഹാസനത്തിലിരുന്നാണ് അവൻ രാജ്യം ഭരിച്ചത്. എത്രമാത്രം പ്രൗഢിയോടെയാണ് അവൻ ജീവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് പാവപ്പെട്ട നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ കണ്ണുണ്ടായത്. മുന്തിരിത്തോട്ടം സ്വന്തമാക്കി അതിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി കുടിക്കാനല്ല, ആ മുന്തിരിത്തോട്ടം നീക്കം ചെയ്തിട്ട് അവിടെ ഒരു ഉദ്യാനം ഉണ്ടാക്കാനാണ്. അവന് വൈകുന്നേരങ്ങളിൽ ഉല്ലസിക്കേണ്ടതിന്. അത് നേരെ ചൊവ്വേ വിളിച്ചു വരുത്തി അവൻ ചോദിച്ചു. നാബോത്ത് പറഞ്ഞു, എനിക്ക് തരാൻ നിവൃത്തിയില്ല യജമാനനെ. എൻ്റെ പിതൃക്കളുടെ ശവകുടീരങ്ങളുണ്ട് അവിടെ. അവരുടെ വിയർപ്പും കണ്ണുനീരും വീണ മണ്ണാണ്. അത് പിതൃക്കളുടെ മണ്ണാണ്, സത്യമുള്ള മണ്ണാണ്. അതെനിക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. എൻ്റെ പിതൃക്കളുടെ ആത്മാക്കളോട് എനിക്ക് നീതി കാണിക്കണം. അപ്പോൾ ഇസബേൽ അത് ബലാത്കാരേണ പിടിച്ചു വാങ്ങുകയായിരുന്നു. നാബോത്ത് എന്ന പാവപ്പെട്ട കർഷകനെ കോഴ കൊടുത്ത് സാക്ഷികളെ ഉണ്ടാക്കി ഇല്ലാത്ത തെറ്റവൻ്റെ മേൽ ആരോപിച്ച് അവനെ കല്ലെറിഞ്ഞു കൊന്നു. ഒരു പട്ടിയെപ്പോലെ കല്ലെറിഞ്ഞു കൊന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആഹാബും ഇസബേലും തൽക്കാലം ജയിച്ചു. പിന്നത്തേതിൽ ചരിത്രം പറയുന്ന 2 പേരുടെയും അന്ത്യം അത്യന്തം ദാരുണമായിരുന്നു. ആഡംബരത്തിലും അഹങ്കാരത്തിലുമായിരുന്നു അവർ ജീവിതം പണിതത്. ആഹാബ് ആഡംബരപ്രിയനായിരുന്നെങ്കിൽ ഇസബേൽ അഹങ്കാരപ്രിയയായിരുന്നു. അധികാരമുള്ളത് കൊണ്ടും പട്ടമഹിഷിയായതുകൊണ്ടും എന്തുമാകാം, ആരും തന്നെ ഒന്നും ചെയ്യില്ലെന്നൊക്കെയാണ് അവൾ വിചാരിച്ചത്. ആർഭാടവും അഹങ്കാരവും ഒത്തുചേർന്നപ്പോൾ ഇസബേൽ അന്ധയായിപ്പോയി. ഇസ്രയേൽ രാജകൊട്ടാരത്തിൽ എത്തിയിട്ട് ഇസ്രയേലിൻ്റെ ദൈവത്തെ സ്വയം ഏറ്റെടുത്ത് വിശുദ്ധിയിൽ ജീവിതം പണിത് ധന്യത പ്രാപിക്കേണ്ടവൾ നേരെ തിരിച്ചാണ് ചെയ്തത്. ഒടുവിൽ ആഹാബ്
യുദ്ധമുന്നണിയിൽ നെഞ്ചിൽ അമ്പുകൊണ്ട് പിടഞ്ഞു വീണ് മരിച്ചു. എലിയ പ്രവാചകൻ പറഞ്ഞിരുന്നത് പോലെ തേർത്തട്ടിൽ വീണ് കിടന്ന അവൻ്റെ ചങ്ക് പിളർന്ന ചോര തേർത്തട്ടിൽ തളം കെട്ടിക്കിടന്നു. ആ രഥത്തിൻ്റെ ചക്രം ഉടഞ്ഞു പോയതുകൊണ്ട് ആ രഥത്തിൽ അവനെ കൊട്ടാരത്തിൽ കൊണ്ടുപോകാൻ കഴിയാതെ വന്നും മറ്റൊരു രഥത്തിൽ മാറ്റിക്കയറ്റി. ഈ ഇടിഞ്ഞ് തകർന്നു കിടന്ന രഥത്തിൻ്റെ തേർത്തട്ടിൽ കെട്ടിക്കിടന്ന രക്തം തെരുവ് പട്ടികൾ നക്കി കുടിച്ചു. നാബോത്തിൻ്റെ രക്തം തെരുവ് പട്ടികൾ നക്കി കുടിച്ചതുപോലെ. ഇസബേലോ അവൾ കൊട്ടാരത്തിൽ കണ്ണെഴുതി പൊട്ടുതൊട്ട് തലമുടി പിന്നിയിട്ട് പുതിയ രാജാവിനെ കണ്ണിറുക്കി കാണിച്ച് കസ്റ്റഡിയിലാക്കാൻ നിൽക്കുകയാണ്. അവൻ്റെ മേൽ ദൈവാത്മാവ് വന്നിട്ട് അവൻ രാജവീതിയിൽ കുതിരയെ നിർത്തി മുകളിലേക്ക് നോക്കി ചോദിക്കുന്നു, രാജകൊട്ടാരത്തിൽ എൻ്റെ പക്ഷത്താരുണ്ട്? അവിടെ നിന്ന് ചില ബാല്യക്കാർ പറഞ്ഞു, അടിയങ്ങൾ രാജാവിൻ്റെ പക്ഷത്താണ്. നിങ്ങൾ എൻ്റെ പക്ഷത്താണെങ്കിൽ അവളെ ദാക്ഷിണ്യമില്ലാതെ തെരുവിലേക്ക് എറിയുക. സെക്കൻഡുകൾക്കുള്ളിൽ അണിഞ്ഞൊരുങ്ങി നിന്ന ഇസബേലിനെ അവർ പൊക്കിയെടുത്ത് തെരുവിലേക്ക് എറിഞ്ഞു. തലയിടിച്ച് വീണ് അവളുടെ തല ചിതറി, ഒന്ന് പിടഞ്ഞ് അവൾ നിശ്ചലയായി. അവളുടെ നെഞ്ചിലൂടെ കുതിരയോടിച്ചാണ് യേഹൂ കൊട്ടാരത്തിൽ ചെന്ന് രാജസ്ഥാനം ഏറ്റെടുത്തത്. ദൈവമക്കളെ, അവളുടെ ശരീരത്തിലെ മാംസം പട്ടികൾ തിന്നിട്ട് പോയി. 3 എല്ലുകൾ മാത്രമാണ് ബാക്കി കിട്ടിയത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആർഭാടത്തിന്മേലും അഹങ്കാരത്തിന്മേലും ജീവിതം പണിയുന്ന ആളുകൾക്ക് താക്കീതാണത്. അത് നിലനിൽക്കുകയില്ല. അത് വീണാലത് മഹാതകർച്ചയായിരിക്കുമെന്നല്ലേ യേശു പറഞ്ഞത്. ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്തതുപോലെ അത് തകർന്നു പോകും. അത്ര വലിയ തകർച്ചയിലാണത് പോവുക. മണലിന്മേൽ വീട് പണിയുന്നവൻ്റെ അവസ്ഥ ഇതാണെന്നാണ് പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ടവരെ, ആഹാബിൻ്റെ ജീവിതം മത്സരത്താൽ അതിദാരുണമായി അവസാനിച്ചെങ്കിൽ, ഇസബേലിൻ്റെ ജീവിതം അഹങ്കാരത്താൽ അതിദാരുണമായി അവസാനിച്ചെങ്കിൽ, ശിംശോൻ്റെ ജീവിതം ശയനമോഹത്താൽ അതിദാരുണമായി അവസാനിച്ചെങ്കിൽ, നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിനെ അടിസ്ഥാനമിട്ട് പണിതതാണെന്ന് ഉറപ്പുവരുത്തണം. പാപത്തിലും ലോകത്തിലും ലോക ഇമ്പങ്ങളിലും അടിസ്ഥാനമാണെങ്കിൽ നമ്മുടെ വീഴ്ച വലുതായിരിക്കുമെന്ന് ഓർക്കുക. പത്രോസ്ലിഹായെയും പൗലോസ്ലിഹായെയും ഓർത്തിട്ട് അവരടിസ്ഥാനമിട്ടതുപോലെ ജീവിതം അടിസ്ഥാനമിടുവാൻ നാം ശീലിക്കുക. നിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണോ എങ്കിൽ നിനക്ക് ശുഭകരമായ നിലനിൽപ്പും ഭാവിയുമുണ്ടെന്നാണ് ഇന്ന് സന്ദേശം നമ്മളോട് പറയുന്നത്. നിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലാണോ? പ്രിയപ്പെട്ടവരെ, അല്ല നിൻ്റെ അടിസ്ഥാനം ലോകമോഹങ്ങളിലാണോ? നീ നിരാശനും ഒന്നിനും കൊള്ളാത്തവനും സ്വർഗരാജ്യത്തിന് അന്യനും നാട്ടുകാർക്ക് പരിഹാസപാത്രവുമായി തീരുമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മദർ തെരേസ എന്ന ഭാഗ്യവതി തൻ്റെ ജീവിതം പണിതത് യേശുക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടാണ്. ലോകമിന്നും ആ മഹതിയെ മാനിക്കുന്നു. ഭാരത രാജ്യത്തിൽ ജനിച്ചവളല്ലെങ്കിലും അവളെ ഭാരത പൗരത്വം കൊടുത്ത് അലങ്കരിച്ച് രാഷ്ട്രത്തിൻ്റെ പരമോന്നത ബഹുമതികളോടെയാണ് അവരെ കബറടക്കിയത്. ചരിത്രമുള്ള കാലം ആ നാമം മാഞ്ഞു പോകില്ല. ക്രിസ്തുവിൻ്റെ ദാസി ഇന്നും ജീവിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധരായി ഭക്തരായി ജീവിച്ച ഒരുപാട് ഭാഗ്യവാന്മാർ സഭയുടെ ചരിത്രത്തിലുണ്ട്. തളർന്നു പോകാതിരിക്കുക. ക്രിസ്തുവിലാണ് അടിസ്ഥാനമെങ്കിൽ ഒരാൾ തളരില്ല. ഒരിക്കൽ പരിചയപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ ഓർക്കട്ടെ. അവൾ ഭയങ്കര സന്തോഷവതിയാണ്. പക്ഷേ അവളുടെ ജീവിതം അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭർത്താവ് ഒരു മനോരോഗിയാണ്. മകൻ ബുദ്ധിവികാസം ഉണ്ടായിട്ടില്ലാത്ത ഒരു കുട്ടിയാണ്. വേറെ ആരും അവൾക്ക് സ്വന്തമെന്ന് പറയാനില്ല. മനോരോഗിയായ ഭർത്താവും ബുദ്ധി വളരാത്ത കുഞ്ഞും. എന്നാൽ ആ സ്ത്രീ ഭയങ്കര സന്തോഷവതിയാണ്. അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി, എൻ്റെ അടിസ്ഥാനവും മൂലക്കല്ലും ക്രിസ്തുവാകയാൽ ഞാൻ കുലുങ്ങുകയില്ല എന്നാണ്. എൻ്റെ അടിസ്ഥാനവും മൂലക്കല്ലും ക്രിസ്തുവാകയാൽ ഞാൻ കുലുങ്ങുകയില്ല എന്നാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാകുന്ന അടിസ്ഥാന ശിലമേൽ ജീവിതം പ്രതിഷ്ഠിക്കുക. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. ക്രിസ്തുവാകുന്ന പാറയുടെ മറ്റ് ചില പ്രത്യേകതകൾ അടുത്ത പ്രാവശ്യം പറയാം. ഇന്ന് സമയം തീരുന്നത് കൊണ്ട് സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. തൃപ്പാദപീഠത്തിൽ ഇരുത്തി നീ ഞങ്ങളെ മധുരമായി കേൾപ്പിച്ചല്ലോ. ജീവിതം പണിയുന്നത് ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടാകട്ടെ. അപ്പോസ്തലനായ പത്രോസ് ജീവിതം പണിതതും അപ്പോസ്തലനായ പൗലോസ് ജീവിതം പണിതതും ക്രിസ്തുവിലാണ്. അവരുടെ പ്രസംഗങ്ങളും അവരുടെ പ്രബോധനങ്ങളും അവരുടെ ലേഖനങ്ങളും ഇന്നും അനേകരുടെ ജീവിതങ്ങളെ ചലിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു.
എന്നാൽ ലോകമോഹങ്ങളിൽ, ജഡീക മോഹങ്ങളിൽ, ആസക്തികളിൽ ജീവിതം തകർന്നു പോയ ശിംശോൻ്റെ ജീവിതത്തെക്കുറിച്ച്, ആഹാബിൻ്റെ ജീവിതത്തെക്കുറിച്ച് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളാകണം. എങ്കിൽ ഞങ്ങൾ ഒരിക്കലും കുലുങ്ങുകയില്ല. ആ ഭാഗ്യവതിയായ സ്ത്രീ പറഞ്ഞ വാക്ക് ഞങ്ങളെ ചിന്തിപ്പിക്കട്ടെ. ക്രിസ്തുവിൻ്റെ അടിസ്ഥാനശിലയും മൂലക്കല്ലുമായിരിക്കുന്നിടത്തോളം ഞാൻ പതറുകയില്ല. അവളുടെ ഭർത്താവ് മാനസിക രോഗിയും അവളുടെ കുഞ്ഞ് ബുദ്ധിവികാസമില്ലാത്ത കുഞ്ഞുമാണ്. എന്നിട്ടും അവളുടെ മുഖത്ത് വാട്ടമില്ല. കർത്താവേ, ഇയ്യോബിനെ പോലെ, ഇതുപോലെ ഭാഗ്യം ചെയ്ത മറ്റുള്ളവരെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിന്നിൽ ശരണപ്പെട്ട് ധൈര്യത്തോടെ നിവർന്നു നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങളെ വിനയപ്പെടുത്തി പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.